നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ളതിന് മൈസൂർ പാക്കാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും അത് ഏത് അനുപാതത്തിലാണ് അളന്നെടുക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ കപ്പിന് 1 കപ്പ് കടലമാവ്, അതായത് 120 ഗ്രാം കടലമാവാണ് ഇതുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര വേണം. നമ്മൾ കടലമാവിൻ്റെ വെയിറ്റിൻ്റെ 3 ഇരട്ടി അളവിൽ പഞ്ചസാര അളന്നെടുക്കണം. അതായത് 360 ഗ്രാം പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കപ്പിലാണ് അളക്കുന്നതെങ്കിൽ 3 കപ്പ് അളക്കരുത്, 1.5 കപ്പ് പഞ്ചസാര അളന്നെടുത്താൽ മതി. അപ്പം ഈ ഒരു അളവ് പഞ്ചസാര നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യും ഈ കടലമാവിൻ്റെ വെയിറ്റിൻ്റെ 3 ഇരട്ടിയാണ് വേണ്ടത്. അതായത് 360 ഗ്രാം നെയ്യാണ് നമുക്ക് ആവശ്യമുള്ളത്. കപ്പിലാണ് അളക്കുന്നതെങ്കിൽ 1.5 കപ്പ് നെയ്യ് അളന്നെടുത്താൽ മതി. ഇനി നമ്മൾ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് മുഴുവനും നെയ്യിൽ തന്നെ ചെയ്താൽ നെയ്യുടെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ള മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3/4 കപ്പ് എണ്ണയും 3/4 കപ്പ് നെയ്യും ആ ഒരു അനുപാതത്തിൽ എടുക്കുമായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചെറുതായിട്ടൊന്ന് ഉരുക്കി ചൂട് മാറിയിട്ട് വേണം എടുക്കാൻ. പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി. ഇത്രയാണ് ഇതിലേക്കുള്ള ചേരുവകൾ. ഇനി മൈസൂർ പാക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അത് റെഡിയായിട്ട് സെറ്റ് ചെയ്യാനുള്ള ടിൻ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടിൻ എടുക്കുമ്പോൾ നമ്മളുടെ ആ മിക്സ് ഒഴിക്കുമ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ടിൻ നോക്കിയെടുക്കുക. അപ്പോഴാണ് മൈസൂർ പാക്കിൻ്റെ ഉൾഭാഗത്തൊരു ബ്രൗൺ കളർ നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ ഈ ഒരു അളവിലുള്ള മിക്സ് ഒഴിക്കാനായിട്ട് 5 ഇഞ്ച് വലിപ്പത്തിലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ കൊണ്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മൈസൂർ പാക്ക് റെഡി ആയി കഴിയുമ്പം അത് പുറത്തേക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കടലമാവ് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ ധാരാളം കട്ടകളുണ്ടാവും. അപ്പോൾ ഈ കട്ടകളൊക്കെ നന്നായിട്ട് അരിച്ച് ഉടച്ച് ഇതിലേക്ക് ചേർത്തില്ലെങ്കിൽ ഈ കട്ടകളൊക്കെ വേവാതെ തന്നെ കിടക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നല്ലൊരു ചൂടോട്ടുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ പഞ്ചസാര മുഴുവൻ അരിഞ്ഞു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വയ്ക്കുന്നത്. തീ കൂടിപ്പോയാൽ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും, അതൊരു കൂടുതൽ കട്ടിയുള്ളതായിട്ട് പോകും. തീ കുറഞ്ഞു പോയാൽ മൈസൂർ പാക്കിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാതെ പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ തീ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമുക്കിത് ഒരു ഒറ്റ നൂൽ പരുവാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിളപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഒറ്റ നൂൽ പരുവായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു നൂല് പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഇനി നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച നെയ്യും കടലമാവും കൂടിയിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഇതിൽ കൂടുതൽ ബബിൾസ് വന്ന് ഈ മിക്സ് ഒന്നുകൂടി തിക്കായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി അത് വെന്ത പോലത്തെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു 4 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് ആ വെന്ത മണമൊക്കെ വന്ന് തുടങ്ങും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ, ഞാൻ നെയ്യ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നെയ്യും എണ്ണയും കൂടെ കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 കപ്പ് നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതൊരു 3 തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ചേർത്ത നെയ്യ് നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ വടിച്ചെടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മൈസൂർ പാക്ക് സക്സസ് ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത നെയ്യ് ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ഇതിലേക്ക് വലിഞ്ഞു പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക.
നമ്മളിതിലേക്ക് 1.5 കപ്പ് നെയ്യാണ് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നത്. അതിലിപ്പോൾ 1 കപ്പ് നെയ്യ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ആദ്യം കടലമാവ് മിക്സ് ചെയ്യാനും പിന്നെ ഇപ്പം ഈ ചേർത്തതും കൂടി 1 കപ്പ് തീർന്നു. ഇനി 1/2 കപ്പ് നെയ്യാണ് ബാക്കിയുള്ളത്. ആ 1/2 കപ്പ് നെയ്യ് നമ്മളൊരു 3 തവണയായിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒഴിച്ചത് നന്നായിട്ട് ഇതിലേക്ക് അബ്സോർബ് ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ നെയ്യും ഇതിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി ബാക്കിയുള്ള കുറച്ചുകൂടി നെയ്യുണ്ടല്ലോ അത് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിന്റെ കളർ നല്ലപോലെ ചേഞ്ച് ആയ ശേഷം മാത്രമാണ് നമ്മൾ അവസാനത്തെ നെയ്യ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അത്രയും നേരം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 5 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിന്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണം ബാക്കിയുള്ള നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനത്തെ നെയ്യ് ചേർത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ മിശ്രിതം ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം. വരുന്നതായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യും. ഞാനിതിപ്പോൾ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യൊക്കെ ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഈ മിശ്രിതം ഒന്നുകൂടി തിക്കായിട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഈ ഒരു പാകം എത്തിക്കഴിയുമ്പോൾ നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് മാറ്റാം. ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ തണുത്ത ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഇത് പുറത്തേക്ക് വരാൻ നല്ല എളുപ്പമാണ്. ഇനി ഞാനിത് മുറിച്ച് കാണിക്കാം. ഇത് മുറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾഭാഗം. കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടോ? നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ? നല്ല പീസായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ ഇതല്ലാതെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മൈസൂർ പാക്ക്, ഉള്ളിൽ പോർസൊക്കെ ഉള്ള മൈസൂർ പാക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരിയിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.